ഹായ്, എസ്എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ വളരെ സുലഭമായിട്ട് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. കാരണം കുറേ അതുമായിട്ടുള്ള വീഡിയോസ് കാണാറുണ്ട്. പക്ഷേ കുറേ പേർക്ക് കുറേ സംശയങ്ങളുണ്ട്, ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള, അതായത് 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാ മനുഷ്യരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ്, ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അത് മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. വേറെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നമുക്ക്, അതായത് അവർ നമ്മളെ സ്നേഹിക്കണം, അവരെ നമ്മുടെ ജീവിത പങ്കാളിയെ കിട്ടണം, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊരു ഹാപ്പി റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വാട്ടർ ടെക്നിക്കാണ്. ഇത് പലർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പക്ഷെ എന്നാൽ കുറച്ച് പേർക്ക് അറിയാത്ത കാര്യമാണ്. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് സിമ്പിളാണ്. ഇപ്പോൾ വാട്ടർ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, യെസ്, വാട്ടർ എന്തായാലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ വെള്ളം എടുത്തിരിക്കണം. ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പൊട്ടുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, കുപ്പി ഗ്ലാസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അങ്ങനത്തെ ഗ്ലാസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പുറം കാണാൻ പറ്റുന്ന പോലെയുള്ള ഗ്ലാസ്. അപ്പോൾ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾ എവിടെയാണോ ഇരിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. ബെറ്റർ ആയിരിക്കുക, ഏറ്റവും ശാന്തമായി ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. അതായത് ഇപ്പം നിങ്ങളുടെ റൂമാണെങ്കിൽ ഓക്കെ, വളരെ നല്ലതാണ്. ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്ന, കോൺസെൻട്രേഷൻ വളരെയധികം കിട്ടുന്ന ഒരു സ്ഥലം നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു പ്ലേസിൽ ഇരിക്കുക. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഞാൻ സാധാരണ പറയുന്ന പോലെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കൂളാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ടെൻഷനിലൊക്കെ ഇരിക്കുവാണ്, അതിൽ ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കുറച്ച് കുറവായിരിക്കും. കാരണം നമുക്ക് ഭയങ്കര ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര ഒരു ടെൻഷനിൽ ഇരിക്കുമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ആ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൽ നോക്കിയിട്ട് നിങ്ങൾ കുറച്ച് അഫർമേഷൻസ് പറയുക. അതായത് നിങ്ങൾ ഇപ്പൊ പ്രസന്റിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം പ്രസന്റിൽ നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ നടക്കുന്നു എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പറയാനായിട്ട്. അപ്പോൾ ആ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഫുള്ള് ഫീൽ ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് ഫുള്ള് ഉണ്ടാവണം. ഇതെല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ ഒരു ഫീല് അപ്പം കിട്ടണം. നിങ്ങളിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ജീവിതമാണ് എന്നുണ്ടെങ്കിൽ അവരുമായി ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം, നിങ്ങൾ അത്രയും ആഗ്രഹിച്ച് കിട്ടുന്ന ഒരു ലൈഫാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റണം. അപ്പം ഒരു 2-3 അഫർമേഷൻസ് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ അഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബന്ധം സ്നേഹവും വിശ്വാസവും നിറഞ്ഞതാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ അഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ അഫർമേഷൻ ഞങ്ങൾ രണ്ടുപേരും സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു ബന്ധത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ പറയണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ വേറെ അഫർമേഷൻ ഒന്നും അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ പറയാം. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രസന്റിൽ ആ ഒരു കാര്യം നടക്കുന്ന രീതിയിലാണ് നിങ്ങൾ പറയാനായിട്ട്. അല്ലാതെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു, എനിക്ക് അങ്ങനെ തരണേ എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ പ്രാർത്ഥിച്ചേക്കരുത്. അപ്പൊ ഇത്ര നിങ്ങൾ ചെയ്താൽ മതി. ഇത് നിങ്ങൾ ആ ഗ്ലാസ്സിൽ നോക്കിയിട്ടാണ് പറയേണ്ടത്. ഏത് അഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാലും മതി. അത് നിങ്ങൾ മനസ്സിൽ പറയാം. അതായത് ഭയങ്കര സൗണ്ടിൽ പറയേണ്ട ആവശ്യമില്ല, പതിയെ നിങ്ങൾക്ക് മാത്രം കേൾക്കാവുന്ന സൗണ്ടിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു 21 പ്രാവശ്യമൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം നിങ്ങൾ കുടിക്കുക. ഓക്കെ, നിങ്ങൾ ആ ഗ്ലാസ്സിൽ നോക്കി പറഞ്ഞതിന് ശേഷം ആ വെള്ളം നിങ്ങൾ കുടിക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ രാത്രിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നുറങ്ങാം. രാവിലെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് അത് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ബാക്കി ജോലികളും കാര്യങ്ങളൊക്കെ നോക്കി പോവുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ രാത്രി ചെയ്യുക, അല്ലെങ്കിൽ രാവിലെ ചെയ്യുക കേട്ടോ. 2 നേരം ചെയ്യാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ 2 നേരം ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ബാക്കിയുള്ള ടെക്നിക്കുകൾ എന്ന് പറയുമ്പോൾ ചിലത് കുറച്ച് ടാസ്കുള്ളതുണ്ട്. അതായത് കുറച്ച് നമ്മളധികം സാധനങ്ങൾ വേണ്ട, കുറച്ചധികം കഷ്ടപ്പെടേണ്ട, അങ്ങനെ ഉള്ളതുണ്ട്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ അങ്ങനല്ല, സിമ്പിളാണ്. മാത്രമല്ല വെള്ളം നമുക്ക് നല്ലതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നടക്കോ ഇല്ലേ എന്നുള്ളൊരു സംശയത്തിൽ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. അല്ലാത്തവരടുത്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയണില്ല. നിങ്ങൾക്ക് നടക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നടക്കും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തോളൂ. ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനിയും കുറേ ടെക്നിക്കുകൾ അവൈലബിൾ ആണ്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ആഗ്രഹം നിങ്ങൾക്കുണ്ട്, അത് നടക്കണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ അതിനുള്ള ടെക്നിക്കുകൾ പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി കൂടുതൽ
ടെക്നിക്കുകളുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്